ആദ്യം ന്യായീകരിച്ചൊക്കെ നോക്കി, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ മാപ്പ് പറയേണ്ടി വന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇത്ര കാലത്തിനിടയിൽ ഇങ്ങനെ വൈവിധ്യപൂർണമായ മാപ്പുകൾ ഒന്നിനു പുറകെ ഇങ്ങനെ വന്നിട്ടില്ല. വാക്കാലുള്ള മാപ്പ്, ഫോൺ വഴിയുള്ള മാപ്പ്, കടലാസിൽ എഴുതിയ മാപ്പ്, ഫേസ്ബുക്ക് ലൈവിലെ മാപ്പ്, എന്തെല്ലാം മാപ്പാണ്. കുന്നംകുളത്തിന്റെ മാപ്പ് അത്ര ഇനി ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാവും നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കറകളഞ്ഞ മതനിരപേക്ഷവാദിയായിരുന്നു. എന്നാൽ ഇന്ന് കോൺഗ്രസിന് ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന RSSന്റെ മുൻപിൽ ഇന്ത്യൻ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്ക് നേതൃത്വം കൊടുക്കുന്ന നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? അത്യന്തം ദയനീയമായൊരു സാഹചര്യം ഇന്ന് കോൺഗ്രസ് ആ സാഹചര്യത്തിലെത്തി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം ചർച്ച ചെയ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നാളിതുവരെ ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗവും ഈ രാജ്യത്ത് ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാടും ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ ഒരു ഇടപെടലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ചർച്ച ചെയ്യാൻ മാത്രം കനമുള്ളതൊന്നും ഇന്നുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അദ്ദേഹം നമ്മുടെ വയനാട്ടിലെ MP ആണ്, നമ്മുടെ നാട്ടിലെ MP ആണ്. എങ്ങനെ MP ആയി എന്നതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രധാനമന്ത്രിയാകും എന്നായിരുന്നു പ്രചാരണം. മലയാളികളെ മലയാള മനോരമയും മാതൃഭൂമിയും ചേർന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെങ്കിലും വിശ്വസിപ്പിച്ചത് ഇതാ കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്നായിരുന്നു. വയനാട്ടിലെ നിഷ്കളങ്കരായ ജനങ്ങൾ കരുതി പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്, അങ്ങനെയാണ് കരുതിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വയനാട്ടിൽ വന്നത് പ്രധാനമന്ത്രിയാകാനല്ല, MP ആകാനാണ്. വയനാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. അതെന്തുമാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതിനുശേഷം അദ്ദേഹം വയനാട്ടിലെ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എല്ലാ വർഷവും ഒരു ദിവസം അദ്ദേഹം വയനാട്ടിൽ വരും. എല്ലാ വർഷവും ഒരു ദിവസം വയനാട്ടിൽ വരും. വന്നാൽ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളുടെ ലേഖകന്മാരും കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവും ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ച് അദ്ദേഹം വയനാട്ടിലേക്കുള്ള യാത്രാമധ്യേ ഒരു ചായക്കടയിൽ കയറും. അതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുകയായിരിക്കും. ചായക്കടക്കാരൻ അപ്രതീക്ഷിതമായാണ് രാഹുൽ ഗാന്ധി വന്നത് എന്ന് പത്രക്കാരെ ബോധ്യപ്പെടുത്തും വിധം പെട്ടെന്ന് അത്ഭുതം അഭിനയിക്കും. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഒരു ചായ കുടിക്കും, ഒരു പൊറോട്ട കഴിക്കും, ചില സമയത്ത് പൊറോട്ടയ്ക്ക് പകരം പബ്സ് കഴിക്കും. എന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോകും. പിറ്റേ ദിവസം മനോരമയും മാതൃഭൂമിയും ചായയെക്കുറിച്ച്, പബ്സിനെ കുറിച്ച്, രാഹുൽ ഗാന്ധിയെ കുറിച്ച് പൈങ്കിളി നോവലുകളെ തോൽപ്പിക്കും വിധം വലിയ സ്തോഭജനകമായ, ഉദ്വേഗജനകമായ കഥകൾ എഴുതും. പക്ഷേ ഈ കഴിഞ്ഞ കാലം മുഴുവൻ ഇതേ ഉണ്ടായിട്ടുള്ളൂ. പത്രമാധ്യമങ്ങൾക്ക് പറയാൻ കുടിച്ച ചായയുടെയും തിന്ന പൊറോട്ടയുടെയും ധരിച്ച ജീൻസിന്റെയും കാര്യം മാത്രമേ ഉള്ളൂ. ചായ, പൊറോട്ട, ജീൻസ്, കാപ്പി, പബ്സ്, ജീൻസ്, രാഹുൽ ഗാന്ധി. ഇതിനപ്പുറം വേറൊന്നും ഉണ്ടായിരുന്നില്ല. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ സംബന്ധിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ എഴുതുമ്പോൾ അതിൽ നിറയെ ചായ, അതിൽ നിറയെ കാപ്പി, അതിൽ നിറയെ പൊറോട്ട, അതിൽ നിറയെ പബ്സ്, വേറൊന്നുമില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചർച്ചയെ പൊറോട്ട ചർച്ചയാക്കി മാറ്റിയത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. എപ്പോ വന്നാലും ഇതാണ് രീതി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം ചർച്ചയാവുന്നു. അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിർക്കുന്ന നമുക്ക് പോലും അതിൽ സന്തോഷമാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിലും പബ്സ് തിന്നാനായല്ലാതെ അദ്ദേഹം ഒന്ന് വായ തുറന്നല്ലോ, നന്നായി എന്ന അഭിപ്രായമാണ് എല്ലാവർക്കും ഉണ്ടാവുക. അതാണ് ജയ്പൂർ പ്രസംഗം. പക്ഷെ അദ്ദേഹം പറഞ്ഞതെന്താണ്? ആ പ്രസംഗം അച്ചടിച്ച് വന്നപ്പോഴാണ് ആളുകൾ തിരിച്ചറിഞ്ഞത്
ഇതിനേക്കാൾ നല്ലത് പബ്സും പൊറോട്ടയായിരുന്നു. ഇതിനു വേണ്ടി അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി വായ തുറക്കാതിരുന്നാൽ ചുരുങ്ങിയത് കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും ഇത്തിരി ആശ്വാസമാകുമായിരുന്നു എന്നപ്പോഴാണ് തിരിച്ചറിയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒന്നാമത്തെ വാചകം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. ആര് പറഞ്ഞു? ഇതേത് സ്കൂളിൽ പഠിച്ചു? ഏത് പുസ്തകത്തിൽ വായിച്ചു? ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാണെന്ന് എഴുതി വെച്ച ഭരണഘടനയ്ക്ക് മുൻപിൽ നിന്ന് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണത്രേ. പണ്ഡിറ്റ് നെഹ്റുവിന് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാ എതിർപ്പുകളും ഉയരുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. രാജീവ് ഗാന്ധി പരസ്യമായി അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 2021 കോൺഗ്രസിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. നരേന്ദ്രമോദി പറയുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. അമിത്ഷാ പറയുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. മോഹൻ ഭാഗവത് പറയുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. മതമാണ് പ്രശ്നം എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് കോഴിക്കോട്ട് കടപ്പുറത്ത് പറഞ്ഞത്. എന്തു പറയാനുണ്ട് ലീഗിന്? ലീഗിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയോ? രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത വരി അദ്ദേഹം പറയുകയാണ് ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടാണ്. അതിലാർക്കും തർക്കമില്ല. ഹിന്ദു ഹിന്ദുത്വ രണ്ടും തമ്മിലൊരു ബന്ധവുമില്ല. ഹിന്ദുത്വ എന്നത് ഒരു രാഷ്ട്രവാദമാണ്, ഹിന്ദു രാഷ്ട്രവാദമാണ്. അതിന് ഹിന്ദുക്കളുമായോ വിശ്വാസവുമായോ ഒരു ബന്ധവുമില്ല. അതിനുശേഷം അടുത്ത വാചകം അദ്ദേഹം പറയുന്നു ഇപ്പൊ അധികാരത്തിലുള്ളത് കപട ഹിന്ദുക്കളാണ്. BJP-ക്കാർ കപട ഹിന്ദുക്കളാണ്. ആ കപട ഹിന്ദുക്കളെ അധികാരത്തിൽ നിന്ന് മാറ്റി നല്ല ഹിന്ദുക്കളെ, ശരിയായ ഹിന്ദുക്കളെ അധികാരത്തിൽ കൊണ്ടുവരണം. ആദ്യമായാണ് ചരിത്രത്തിൽ ഒരു കോൺഗ്രസിന്റെ നേതാവ് പറയുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം ശരിയായ ഹിന്ദുക്കളെ അധികാരത്തിൽ കൊണ്ടുവരലാണ്. അതെന്താ ഒരു നല്ല മുസൽമാൻ അധികാരത്തിൽ വന്നാ കുഴപ്പം? അതെന്താണ് ഒരു നല്ല ക്രൈസ്തവൻ അധികാരത്തിൽ വന്നാ കുഴപ്പം? ഒരു ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ വന്നാൽ എന്താ കുഴപ്പം? ഒരു മതരഹിതൻ വന്നാൽ എന്താണ് കുഴപ്പം? എന്തേ ഹിന്ദുക്കളെ അധികാരത്തിൽ കൊണ്ടുവരലാണ് ലക്ഷ്യമെന്ന് RSSന്റെ ഭാഷയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇന്ത്യ. ഇന്ത്യയുടെ ജനാധിപത്യം ഇതല്ല നമ്മുടെ ചരിത്രം. അധികാരത്തിൽ വരുന്നവന്റെ മതം ഇവിടെ ചർച്ചാ വിഷയമായിരുന്നില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആരെല്ലാം അധികാര സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു? കേന്ദ്രത്തിൽ മാത്രമല്ല സംസ്ഥാനങ്ങളിൽ ആരുടെയെങ്കിലും മതം നോക്കിയിട്ടുണ്ടോ? നല്ല ഹിന്ദുവാണോ എന്ന് നോക്കിയിട്ടാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് മതാതീതമായി അധികാര കേന്ദ്രങ്ങളിലേക്ക് പൗരന്മാരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതാണ് ആ കാലഘട്ടത്തിന്റെ കരുത്ത്. നാമമാത്രമായി മാത്രം മുസ്ലിങ്ങളുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിരുന്നു അക്കാലത്ത് ബീഹാർ. ആ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിന്റെ പേര് ഒരു കാലത്ത് അബ്ദുൽ ഗഫൂർ എന്നായിരുന്നു. നല്ല ഹിന്ദുവാകണം മുഖ്യമന്ത്രി എന്ന് അന്നൊരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല. അബ്ദുൽ ഗഫൂർ അധികാരത്തിൽ വന്നപ്പോ ഒരു വർഗീയ കലാപവും ഉണ്ടായിട്ടുമില്ല. ഈ രാഷ്ട്രം ബീഹാർ ഭരിക്കുന്നവന്റെ മതത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അതായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം. രാജസ്ഥാൻ, ഒരിക്കൽ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിന്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു. ഒരു കലാപവും ഉണ്ടായിട്ടില്ല. ശരിയായ ഹിന്ദു അധികാരത്തിൽ വരണമെന്ന് ഒരു രാഹുൽ ഗാന്ധിയും അന്ന് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം അന്ന് ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇതൊന്നും ഒറ്റപ്പെട്ട അനുഭവങ്ങളല്ല. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായത് ആസാമിലാണ്. അന്ന് ആസാമിൽ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മുസ്ലിങ്ങളല്ല. ഡോക്ടർ സയ്യിദ് അൻവർ തൈമൂർ, ആർക്കും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഹൈന്ദവ വർഗീയതയുടെ പ്രഭവ കേന്ദ്രമെന്നറിയപ്പെടുന്ന മഹാരാഷ്ട്ര, ആ മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഒരിക്കൽ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ നേതാവിന്റെ പേര് അബ്ദുൾ റഹ്മാൻ അന്തുലെ എന്നായിരുന്നു.
ആരും മതപരമായ ഒരു അസ്വാരസ്യവും ഉയർത്തിയില്ല. എന്തെന്ത് അനുഭവങ്ങളുണ്ട് ഇന്ത്യക്ക്. 3 തവണ പോണ്ടിച്ചേരിയിൽ MOH ഫാറൂഖ് മുഖ്യമന്ത്രിയായി വന്നു. 2 മാസമെങ്കിൽ 2 മാസം ഈ കേരളത്തിൽ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായില്ലേ? എന്തായിരുന്നു കോൺഗ്രസിന്റെ സമീപനം? ഇനി ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അംഗീകരിക്കാൻ കഴിയും? രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാർ കോൺഗ്രസിന്റെ പ്രതിനിധികളായി മുഖ്യമന്ത്രിമാരാകുമായിരുന്നു. ഈ ചരിത്രത്തെയാണ് കോൺഗ്രസ് തള്ളിപ്പറയുന്നത്. ഈ ചരിത്രത്തെയാണ് രാഹുൽ ഗാന്ധി തള്ളിപ്പറയുന്നത്. BJPയെ പരാജയപ്പെടുത്താൻ മറ്റൊരു BJP ആയിട്ട് മാറുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി പറയാതെ പറയുന്നു, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ഇത് ഭാരതീയ ഹിന്ദു കോൺഗ്രസ് ആണ്. ഇതാണ് പറയാതെ പറയുന്നത്. ഈ പ്രഖ്യാപനത്തിന്റെ മുന്നിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവർ എന്തഭിപ്രായം പറയും? ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ, വർഗീയതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുക? മുസ്ലിം ലീഗ് സമ്പൂർണ്ണ നിശബ്ദത പാലിക്കുകയല്ലേ? ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? മതനിരപേക്ഷതയുടെ കാവലാളുകളായി നിൽക്കാൻ തങ്ങളില്ല എന്ന കോൺഗ്രസ് ഈ രാജ്യത്തോട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുമ്പോൾ, ശരിയായ ഹിന്ദുവിനെ അധികാരത്തിലേറ്റലാണ് ഞങ്ങളുടെ കടമ എന്ന് പറയുമ്പോൾ നിശബ്ദത പാലിക്കുകയല്ലേ ലീഗ്? ലീഗ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് കടപ്പുറത്തൊരു സമ്മേളനം നടത്തി. അത് സമ്മേളനമല്ല, സമരമാണ് എന്നാണ് ലീഗ് പറയുന്നത്. സമ്മേളനമാണോ സമരമാണോ എന്നൊന്നും ഇപ്പൊ തീരുമാനിക്കാൻ നമ്മളാളല്ല. പണ്ട് പണ്ഡിറ്റ് നെഹ്റു കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ചത്ത കുതിരയാണ് എന്നാണ് പറഞ്ഞത്. ചത്ത കുതിരയാണ് എന്നാണ് പറഞ്ഞത്. ആ ശവം മറവ് ചെയ്യാനായി, ഖബറടക്കാനായി എന്നാണ് കോഴിക്കോട്ട് ഒത്തുചേർന്ന മുസ്ലിം ലീഗുകാർ ലോകത്തിന്റെ മുൻപാകെ തെളിയിച്ചത്. അത്രമാത്രം ദുർഗന്ധമാണ് കോഴിക്കോട്ട് കടപ്പുറത്ത് പരന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി സമരമാവട്ടെ സമ്മേളനമാവട്ടെ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി ഇത്രമാത്രം അപമാനിതമാകും, ഇത്രമാത്രം നാണം കെട്ടുപോകും. ചിലർ പറയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അപമാനത്തിന്റെ പ്രശ്നമില്ല, മാനമില്ലാത്തവരെ സംബന്ധിച്ച് അപമാനത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. കോഴിക്കോട്ട് കടപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകൻ മുതൽ അതിന്റെ സംസ്ഥാന സെക്രട്ടറി വരെ എന്തെല്ലാം മാലിന്യങ്ങളാണ് ചൊരിഞ്ഞത്. ജാതീയമായ അധിക്ഷേപം, ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത വർഗീയത, വിവരക്കേട്, അശ്ലീലം, ഇതെന്തൊരു മാലിന്യമാണ്. ജനങ്ങളുടെ മുൻപാകെ ലീഗ് തുറന്നു കാണിക്കപ്പെട്ടു, സ്വയം അനാവരണം ചെയ്യപ്പെട്ടു, പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി. ആദ്യം ന്യായീകരിച്ചൊക്കെ നോക്കി, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ മാപ്പ് പറയേണ്ടി വന്നു. പാണക്കാട് ശ്രീ സാദിഖ് അലി ആദ്യം മാപ്പ് പറഞ്ഞു. അദ്ദേഹം ഫോണിലൂടെ വിളിച്ച് മാപ്പ് പറഞ്ഞു, പിന്നെ പത്രക്കുറിപ്പ് കൊടുത്തു. കല്ലായി അബ്ദുറഹിമാൻ മാപ്പ് എഴുതി പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു. വംശീയാധിക്ഷേപമുള്ള വധഭീഷണി ഉൾപ്പെടെയുള്ള മുദ്രാവാക്യം വിളിച്ച ലീഗ് നേതാവ് ഫേസ്ബുക്ക് ലൈവിൽ വന്നു മാപ്പ് പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇത്ര കാലത്തിനിടയിൽ ഇങ്ങനെ വൈവിധ്യപൂർണമായ മാപ്പുകൾ ഒന്നിനു പുറകെ ഇങ്ങനെ വന്നിട്ടില്ല. വാക്കാലുള്ള മാപ്പ്, ഫോൺ വഴിയുള്ള മാപ്പ്, കടലാസിൽ എഴുതിയ മാപ്പ്, ഫേസ്ബുക്ക് ലൈവിലെ മാപ്പ്, എന്തെല്ലാം മാപ്പാണ്. കുന്നംകുളത്തിന്റെ മാപ്പ് അത്ര ഇനി ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുക. മാപ്പ് പറയുകയാണ്, മാപ്പോട് മാപ്പ്, ക്യൂ നിന്ന് മാപ്പ് പറയുകയാണ്. ഇങ്ങനെ ഒരു ഗതികേട് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്? എന്താ മുസ്ലിം ലീഗിന് സംഭവിച്ചത്? ഇന്ത്യയിൽ മലപ്പുറമൊഴികെയുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിം ജനസാമാന്യം ലീഗിൽ നിന്നകന്നു. നിങ്ങൾ നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ ലീഗിനോടൊപ്പമുള്ള ഒരേ ഒരു പ്രദേശം നമ്മുടെ മലപ്പുറം മാത്രമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് കേരളത്തിലല്ലല്ലോ, അത് ബംഗാളിലും UP-യിലും അങ്ങനെ പലയിടങ്ങളിലുമാണ്. അവിടെ എവിടെയെങ്കിലും ലീഗിനോടൊപ്പം മുസ്ലിങ്ങളുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ പല പാർട്ടിയിലുണ്ട്, BSP-യിലുണ്ട്, SP-യിലുണ്ട്, കോൺഗ്രസിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, അങ്ങനെ പലയിടത്തുമുണ്ട്. ലീഗിലില്ല. BJP-യിൽ ചേർന്നാലും ലീഗിൽ ചേരാൻ പാടില്ല എന്നാണ് മറ്റു പല സംസ്ഥാനങ്ങളിലെയും മുസ്ലിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.
ഇവിടെ മാത്രമേ ലീഗിനോടൊപ്പം കുറച്ച് മുസ്ലിങ്ങളുള്ളൂ. എന്നാലും പഴയ പോലെ ഉണ്ടോ? ഇല്ല, വിട്ടുപോരുകയാണ്. ലീഗിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തു കടക്കുകയാണ് വിദ്യാസമ്പന്നരായ പുതിയ തലമുറ. മുസ്ലിം ലീഗിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകി അകന്നു പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ താരൂർ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ CH മുഹമ്മദ് കോയയെ നിയമസഭയിലേക്ക് അയച്ച ചരിത്രം ഈ മണ്ണിനുണ്ട്. സീതി ഹാജി നിയമസഭയിലേക്ക് പോയത് ഇവിടെ നിന്നാണ് ഒരിക്കൽ. ഈ അഹമ്മദ് മുസ്ലിം ലീഗിന്റെ പ്രമാണിമാരായ പല നേതാക്കന്മാരെയും പ്രതിനിധികളായി തിരഞ്ഞെടുത്ത ഈ നാട് ഇന്ന് ലീഗിനെ കൈയൊഴിഞ്ഞില്ലേ? അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് പച്ചപ്പതാക വലിച്ചെറിഞ്ഞ ഒരു തലമുറ നിയമസഭയിലേക്ക് അബ്ദുറഹിമാനെ വീണ്ടും തെരഞ്ഞെടുത്തത് ഈ നാടിന്റെ മാറ്റമാണ്, മലപ്പുറത്തിന്റെ മാറ്റമാണ്. പണ്ട് മലപ്പുറത്തെ 4 മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് കിട്ടുന്ന ഭൂരിപക്ഷം ഈ കേരളത്തിൽ ആരെയും മോഹിപ്പിക്കുന്ന ഭൂരിപക്ഷമായിരുന്നു. ഇപ്പൊ മലപ്പുറം മാത്രമാക്കണ്ട, കേരളത്തിൽ ആകെ ജയിച്ച 15 മണ്ഡലങ്ങളിലും കൂടി ലീഗിന് ആകെ കിട്ടിയ ഭൂരിപക്ഷം കൂട്ടിയാൽ കണ്ണൂർ ജില്ലയിൽ 4 സീറ്റിൽ CPM കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അത്ര ഇല്ല. ഇതൊരു മാറ്റമാണ്. ഇന്ത്യയിലെമ്പാടുമുണ്ടായ മാറ്റം മലപ്പുറത്തേക്കും കടന്നു വരികയും മലപ്പുറത്ത് നോമിനേഷൻ കൊടുത്താൽ ഉടനെ തന്നെ തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ആ പഴയ കാലം ലീഗിനു മാറി. ലീഗ് വേർത്തു തുടങ്ങി. ചിലയിടങ്ങളിൽ ജയിക്കുന്നത് കഷ്ടിച്ചുള്ള ജയമാണ്. കേരള നിയമസഭയിലെ ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം, 2 അക്കത്തിലുള്ള ഭൂരിപക്ഷം എഴുതപ്പെട്ടിട്ടുള്ളത് ലീഗ് നേതാവിന്റെ പേരിലാണ്. ഈ മലപ്പുറത്താണ്. ഇവിടെ മലപ്പുറത്ത് കാര്യങ്ങൾ കൈവിട്ടു പോവാണ്. പഴയതുപോലെ നിഷ്കളങ്കരായ ഒരു ജനതയെ മതത്തിന്റെ പേര് പറഞ്ഞ് ഇനി അങ്ങനെ പറ്റിക്കാനാവില്ല എന്ന് ലീഗിന് തന്നെ മനസ്സിലായി തുടങ്ങി. ഈ ലീഗിന്റെ നേതാക്കന്മാർ എത്ര വലിയ ചതിയാണ് മുസ്ലിം സഹോദരങ്ങളോട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കടുത്ത അനിസ്ലാമിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഈ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്, വേറെ ആരുമല്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ ലീഗുകാരെ പോലെ മറ്റാരാണുള്ളത്? മുസ്ലിം ലീഗിന്റെ സമീപകാല പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ഒരു നേർചിത്രം എന്താണ്? ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പരാമർശിക്കപ്പെട്ട വാർത്തകൾ ഏതെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകനോ ഒരു മുസൽമാനോ അഭിമാനിക്കാൻ കഴിയുന്നതാണോ? രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അത് മാറ്റിവെച്ച് ആലോചിച്ചു നോക്കൂ. സമീപകാലത്ത് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന, പോലീസ് അറസ്റ്റ് ചെയ്ത, കേസിനെ നേരിടേണ്ടി വന്ന ഏതെങ്കിലും ഒരു സംഭവം ലീഗിനെ സംബന്ധിച്ച് പ്രതിഷേധിച്ചതിന്റെയോ സമരം ചെയ്തതിന്റെയോ പോരാടിയതിന്റെയോ പേരിലാണോ? മഞ്ചേശ്വരം MLA ആയിരുന്ന ലീഗിന്റെ നേതാവ് ദീർഘനാൾ ജയിലിൽ കിടന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല എന്നെല്ലാവർക്കും അറിയാം. എന്തിനാ കിടന്നത്? മോഷണമല്ലേ? സാമ്പത്തിക അപഹരണമല്ലേ? തട്ടിപ്പല്ലേ? നൂറുകണക്കിന് മനുഷ്യരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി മുക്കി. അതാണ് നൂറുകണക്കിന് മനുഷ്യരെന്ന് പറഞ്ഞാൽ അതിൽ മഹാഭൂരിപക്ഷവും ലീഗുകാരാണ്. ലീഗിന്റെ നേതാവ് ലീഗുകാരെ പറ്റിച്ചു. ചില ആളുകൾ പറയുന്നത് മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ച് നന്നായി അറിയുന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് അങ്ങനെ പറ്റിച്ചത്. കാരണം അല്പമെങ്കിലും വിവരമുള്ള ആളുകളെ പറ്റിക്കാൻ പ്രയാസമാണ്. അപ്പൊ ലീഗിന്റെ നേതാവിന് അറിയാം പറ്റിക്കാൻ ഏറ്റവും നല്ലത് ലീഗുകാരെയാണ്. പറ്റിക്കാൻ തെരഞ്ഞെടുത്തപ്പോ മുഴുവൻ ലീഗുകാരെ തെരഞ്ഞെടുത്തു. അതാണ് കാസർകോട്ടെ കോടാനുകോടിയുടെ തട്ടിപ്പിൽ ഇരകളായി നിൽക്കുന്നതൊക്കെ ലീഗുകാരാണ്. അപ്പൊ ലീഗിന്റെ നേതാവ് തട്ടിപ്പിന് ലീഗുകാരെ തന്നെ തെരഞ്ഞെടുത്തു. പറ്റിക്കാൻ ഇത്രയും നല്ലൊരു കൂട്ടർ വേറെ ഇല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതാണ് അവിടെ സംഭവിച്ചത്. ആ ലീഗ് നേതാവിനല്ലേ ഇപ്പോഴും ലീഗിന്റെ സംരക്ഷണം? പണം നഷ്ടപ്പെട്ട കൂലിവേലക്കാരായ പാവപ്പെട്ടവരായ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വേദനയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ പണം നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെന്തു പാർട്ടിയാ? എറണാകുളത്ത് ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് ജയിലിലേക്ക് പോയത് ധനാപഹരണമല്ലേ? നിർമ്മാണം കഴിഞ്ഞതിന്റെ പിറ്റേ കൊല്ലം പാലം പൊളിഞ്ഞു വീഴും. എവിടെ കണ്ടോ? സിനിമയിലല്ലാതെ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്?
കമ്പിയും സിമന്റും ഇല്ലാതെ പാലം ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ലോകത്തിന് ആദ്യമായി കാണിച്ചു കൊടുത്ത പുള്ളിയാണ്. ആശുപത്രിയിൽ പോയി ജയിലിലേക്ക് പോകേണ്ടി വന്ന ഘട്ടം വന്നപ്പോ അസുഖമാണ്, ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. നമ്മൾ പരിഹസിക്കാനൊന്നും പോയിട്ടില്ല. അദ്ദേഹത്തിന് വല്ല അസുഖം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഭേദമാവട്ടെ എന്നേ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ കേസ് ഇതാണ്, ധനാപഹരണമാണ്. കോഴിക്കോട്ട് കടപ്പുറത്ത് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വർഗീയത പ്രസംഗിച്ച ലീഗ് നേതാവിനെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഫ്രിഡ്ജിന്റെ അടിയിൽ നിന്ന് നോട്ട് കെട്ടുകൾ പിടിച്ചെടുത്തു. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഫ്രിഡ്ജിന്റെ അടിയിൽ നോട്ടുണ്ടോ? കട്ടിലിന്റെ അടിയിൽ, കക്കൂസിലെ ക്ലോസറ്റിൽ ഒക്കെ നോട്ട് കെട്ടുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഈ നാടിന്റെ മുൻപാകെ പുറത്തു വന്ന വസ്തുതകളാണ്, ഒരാക്ഷേപമല്ല, നമ്മൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ല. പൊതുജനങ്ങളുടെ സ്വത്ത്, സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ സ്വത്ത്, ഈ നാടിന്റെ സ്വത്ത് കൊള്ളയടിച്ച് സംബന്ധിച്ച് വന്ന കേസുകളല്ലേ, അന്വേഷണങ്ങളല്ലേ. കോഴിക്കോട്ട് ഘോരഘോരം മതവർഗീയത പ്രസംഗിച്ച നേതാവിനെതിരെ പരാതി കൊടുത്തത് പോലും നമ്മളല്ല. മുസ്ലിം ലീഗിന്റെ അധ്യാപക സംഘടനയുടെ നേതാവാണ് പരാതി കൊടുത്തത്. ആ പരാതിയിൽ മേലാണ് അന്വേഷണം. അതന്വേഷിക്കാൻ വേണ്ടി വീട്ടിലെത്തിയപ്പോഴാണ്, വിജിലൻസ് സംഘം എത്തിയപ്പോഴാണ് നോട്ടുകെട്ടുകൾ 50 ലക്ഷത്തോളം രൂപയാണ് പൂത്ത പണം കെട്ട് പിടിച്ചുകൊണ്ടുപോയത്. എന്നിട്ട് ആ നേതാവ് പ്രസംഗിക്കുകയാണ് ദീനിനെ കുറിച്ച്. ഏത് ദീൻ? മുസ്ലിം ലീഗിൽ നിന്ന് അകന്നു പോയാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്നാണ് അകലുന്നത്, ഈ ദീനിൽ നിന്നാണ് പോലും. ദീനും ലീഗും തമ്മിൽ എന്തു ബന്ധം? വല്ല ബന്ധവും? ഇതാണോ ഇസ്ലാം? ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. മുസ്ലിം ലീഗിന് ഇസ്ലാം എന്ന വാക്ക് ഉച്ചരിക്കാൻ പാടില്ല, സമുദായത്തെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ പാടില്ല. ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഈ തട്ടിപ്പും വെട്ടിപ്പും കള്ളപ്പണവുമാണ് ഈ സമുദായം എന്ന സന്ദേശമല്ലേ ഇത്തരം പ്രസംഗങ്ങളിലൂടെ ഇവർ കൊടുക്കുന്നത്? പ്രവാചകൻ പറഞ്ഞത്, അയൽവക്കക്കാരൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയർ നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ, അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുന്ന സമയത്ത് വയർ നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലാന്ന്. മറ്റുള്ളവരുടെ വിശപ്പ് സ്വന്തം വിശപ്പായി കാണണം എന്നാണ്. മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണണമെന്നാണ്. നീ കക്കൂസിന്റെ ക്ലോസറ്റിൽ നോട്ടുകെട്ടുകൾ നിക്ഷേപിക്കുവിൻ എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു ഇസ്ലാമിന്റെ പ്രവാചകനും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് ഇസ്ലാമിക മാർഗത്തിലൂടെയാണ് ചരിക്കുന്നത്? അന്യന്റെ വേദനകളെ സ്വന്തം വേദനയായി കണക്കാക്കണമെന്ന് പറഞ്ഞ, മറ്റുള്ളവരുടെ വിശപ്പ് സ്വന്തം വിശപ്പായി പരിഗണിക്കണമെന്ന് പറഞ്ഞ, സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും കരുതലിന്റെയും സമർപ്പണത്തിന്റെയും ജീവിതചര്യ പഠിപ്പിച്ച ആ ആശയങ്ങളിൽ നിന്ന് നിങ്ങൾ എത്ര പുറകോട്ട് പോയി? ഇസ്ലാം എന്നത് നിങ്ങൾ ഇന്ന് കാണിക്കുന്ന അനിസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ഒരു മറയായി ഉപയോഗിക്കുന്ന വാക്കാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ലീഗിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്നത് ഇന്നൊരു വാക്കു മാത്രമാണ്, ഒരു വാക്കു മാത്രം. ഒരർത്ഥവും അതിനവർ കൽപ്പിക്കുന്നില്ല. നിഷ്കളങ്കരായ ഒരു സമൂഹത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ പറഞ്ഞു പറഞ്ഞു പറ്റിച്ചു 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 പിന്നെയും വഞ്ചിക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ തകർച്ചയുടെ ആക്കം കൂട്ടുകയേ ഉള്ളൂ, ഒരു സംശയവും വേണ്ട. ഇന്ന് അത്യാസന്ന നിലയിലെത്തിയിരിക്കുന്ന ലീഗിന് അനിവാര്യമായ അന്ത്യവിശ്രമത്തിനുള്ള ഇടമൊരുക്കുന്ന പ്രവർത്തനം ഈ മലപ്പുറത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഏറ്റെടുക്കും, അത് നിർവഹിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് ഈ നാട് ആഗ്രഹിക്കുന്നതാണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എല്ലാ ജീർണതകളെയും തുടച്ചു നീക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ. നമ്മുടെ നാടിന് അങ്ങനെ മോചനമുണ്ടാവും.